ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ കാര്യമേ അല്ല. ഈ രാത്രി മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, നിങ്ങളുടെ ഇമോഷനെ, നിങ്ങളുടെ വൈബ്രേഷനെ, നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ തുടക്കം അല്ലെങ്കിൽ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ക്ലാസ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, വളരെ സത്യമായി പറയാം, നിങ്ങളുടെ രാത്രികളെ നിങ്ങൾ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മറ്റൊരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ രാത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ സകല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും നിങ്ങളുടെ സാമ്പത്തികമായാലോ ആരോഗ്യപരമായാലോ ബന്ധങ്ങളായാലോ എല്ലാത്തിനും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ രാത്രികൾ മാറണം. കാരണം എന്താണെന്നറിയോ? ഡേ ടൈമിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഓഫീസ് കാര്യങ്ങളും അതിൻ്റെ ടെൻഷനും മറ്റു കാര്യങ്ങളും, വണ്ടിയിലും ജാമിലും ട്രാഫിക് ജാമിലും പെട്ട് നമ്മൾ കോൺഷ്യസ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നൈറ്റ് ടൈമെങ്കിലും ആകുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ ബീറ്റ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഹൈ ബീറ്റ ഫ്രീക്വൻസിയിൽ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജോലിയെ തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ രാത്രിയാകുമ്പോൾ ആൽഫയിൽ നിന്നും ഡെൽറ്റയിലേക്കും ഗാമയിലേക്കും നമ്മൾ മാറുമ്പോൾ നമ്മൾ അതിന് തത്തുല്യമായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്താൽ മാത്രം മതി ജീവിതം മനോഹരമായി മാറും. അതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ മുഴുവനുമായി പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളും പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ടാകുന്ന നൈറ്റ് റിച്വൽസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നോക്കൂ, നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനോട് നിത്യവും പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയവും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇപ്പോൾ മുതൽ ഞാൻ റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. പറയാൻ വിഷമമുണ്ടല്ലേ? പറ്റുന്നില്ല അല്ലേ? കാരണം ഇത് കാലങ്ങളായി പിടിച്ചു വെച്ചിരിക്കുന്ന ആ സാധനത്തെ വിട്ടുകൊടുക്കാൻ അത്ര കണ്ട് എളുപ്പമല്ല. നിത്യവും ഭയത്തിൽ ഉറക്കവും ഭയത്തോടുള്ള എഴുന്നേക്കൽ നിർത്തി ഞാൻ എൻ്റെ ഭയത്തെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ള സമീപനം നമ്മൾ നടത്തണം. ഞാൻ സേഫ് ആണെന്ന് ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. കാരണം ഞാൻ സേഫാണ്, അതാണ് നമുക്കാവേണ്ടത്. അത് പറയാൻ പറ്റണം. എൻ്റെ ജീവിതം ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ദിവസവും നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ പ്രാക്ടീസ് ഇതാണ് പറഞ്ഞു വരുന്നത്. പ്രാക്ടീസ് വളരെ കൃത്യമായി പറയാം. സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകളാണ്. വേണ്ടവർ എഴുതി വെച്ചോളൂ, ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നാളെയും മറ്റന്നാളും ഒക്കെ യൂട്യൂബിലും മറ്റ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കുക. ഇത്തരം ക്ലാസ്സുകൾ മിക്ക ദിവസങ്ങളും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ഗൾഫിലെ പ്രവാസികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനിവിടെ ലൈവായിട്ട് നടത്തുന്നു. നിങ്ങൾ എല്ലാ ദിവസവും വരിക, മറ്റുള്ളവരോടും കൂടി പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. നമ്മുടെ ഗൾഫിൽ മാത്രമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണിത്. ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അവരോടൊക്കെ ഷെയർ ചെയ്യാൻ പറയാം. നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കൂ, പ്രാക്ടീസ് സിമ്പിളായി പറയാം. വലിയ ഭാരമുള്ള പ്രാക്ടീസുകളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ പ്രാക്ടീസുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം വരെ റീൽസും മൊബൈലും കണ്ടിട്ട് ഇരിക്കരുത്. ഉറങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ദൂരെ മാറ്റി വെക്കണം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ മറ്റൊന്നുമല്ല, മൊബൈൽ ഫോണിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായ ന്യൂസുകളും നെഗറ്റീവായ റീൽസുകളും സ്ട്രെസ് നൽകുന്ന കണ്ടന്റുകളുമാണ്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ സർവൈവൽ മൂഡിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. സർവൈവൽ മൂഡ് നമുക്ക് എപ്പോഴും നല്ലതല്ല. അവിടേക്ക് അറിയാതെ കൊണ്ടുപോകുന്ന കാര്യമാണ് ഇത്. ഒന്നാമത്തെ പ്രക്രിയ, സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ ഫോണിനെ മാറ്റിവെക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് 2 പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും ഇതൊക്കെ മാറ്റിവെച്ച് കിടക്കാൻ പോകുന്ന സമയത്ത് ബെഡിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കണം. എന്താണ് ബ്രീത്തിൻ്റെ പ്രത്യേകത? 24/7 നമ്മൾ അറിയാതെ ബ്രീത്തിങ് നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ നിലനിർത്തുന്നത്. പക്ഷേ
അത് നമ്മളെ സ്ട്രെസ്സിലും അല്ലെങ്കിൽ ആൻസൈറ്റിയിലും കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ നമുക്ക് ഇതേ വഴിയിലൂടെ പറ്റുള്ളൂ. അപ്പോൾ ബ്രീത്ത് എക്സസൈസ് നിർബന്ധമായി ചെയ്യുക. കണ്ണടച്ച് സ്ലോലി ആയിട്ട് ബ്രീത്ത് എക്സസൈസ് എടുക്കുക.